നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കൊറോണ വ്യാപനം അത്യുന്നതയിലാണ് നിൽക്കുന്നത്. ഹൃദയഭേദകമായ കാഴ്ചകളാണ് ദില്ലിയിലെ ആശുപത്രികളുടെ അത്യാഹിത വിഭാഗങ്ങൾക്ക് മുന്നിൽ കാണുവാൻ സാധിക്കുന്നത്. ദില്ലിയുടെ ആരോഗ്യ സംവിധാനം ഇരച്ചെത്തുന്ന രോഗികളുടെ പ്രവാഹത്തിൽ പകച്ചു നിൽക്കുന്ന കാഴ്ച. ദില്ലിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് 357 പേരാണ്. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും വലിയ മരണനിരക്ക് കൂടിയാകുന്നു ഇത്. 24,000-ലധികം പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം ദില്ലിയിൽ പുതുതായി രോഗബാധിതരായത്. ഓക്സിജൻ ക്ഷാമം ഇതിനോടകം തന്നെ രൂക്ഷമായി കഴിഞ്ഞു. ഇന്ത്യ നിസ്സഹായമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കിതാ സൗദി അറേബ്യയുടെ സഹായഹസ്തം. സൗദിയിൽ നിന്ന് ലിക്വിഡ് ഓക്സിജനും ടാങ്കുകളും സിലിണ്ടറുകളും ഇന്ത്യയിൽ എത്തിക്കും. സൗദിയിലെ ലിൻഡെ കമ്പനിയിൽ നിന്നുള്ള ഓക്സിജനാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുക. 4 ISO ക്രയോജനിക് ടാങ്കുകളും 80 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനും ദമാമിൽ നിന്ന് ഗുജറാത്തിലെ മുണ്ട്ര തുറമുഖത്ത് എത്തിക്കും. അദാനി ഗ്രൂപ്പും ലിൻഡെ കമ്പനിയുമായി സഹകരിച്ചാണ് ഓക്സിജൻ ഇന്ത്യയിൽ എത്തിക്കുക. ഈ ദൗത്യത്തിൽ അദാനി ഗ്രൂപ്പും ലിൻഡയുമായി സഹകരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും പിന്തുണയ്ക്കും സഹകരണത്തിനും സഹായത്തിനും സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് നന്ദി അറിയിക്കുന്നതായും ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ടാങ്കുകൾക്കും സിലിണ്ടറുകൾക്കും പുറമെ 5000 മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ സിലിണ്ടറുകളും ഉടൻ ഇന്ത്യയിൽ എത്തിക്കാൻ നടപടി പൂർത്തിയാക്കിയതായി അദാനി ഗ്രൂപ്പ് മേധാവി ഗൗതം അദാനി ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നൽകിയ പിന്തുണയ്ക്ക് സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സൗദിന് നന്ദി അറിയിക്കുന്നതായി അദാനി കൂട്ടിച്ചേർത്തു. അതേസമയം ദില്ലിയിലെ മിക്ക ആശുപത്രികളിലും കിടക്കകളില്ല. നിലവിളികളോടെ എത്തുന്ന ബന്ധുക്കൾക്ക് മുന്നിൽ രോഗികളെ ആംബുലൻസുകളിൽ തന്നെ പരിശോധിക്കുകയാണ് ഡോക്ടർമാർ. മരിച്ചവരെ കൊണ്ടുപോകാനടക്കം ആംബുലൻസുകളും ലഭ്യമല്ല. പല ആശുപത്രികളും നിറഞ്ഞു കവിഞ്ഞതോടെ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ദില്ലി ഫോർട്ടിസ് ആശുപത്രി ഇന്ന് രാവിലെ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവച്ചതായി അറിയിച്ചു. ദില്ലിയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായതോടെ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഇന്നലെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കത്തെഴുതിയിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ അല്പം ഓക്സിജൻ ഞങ്ങൾക്ക് തരാനാകുമെങ്കിൽ തരണം. കേന്ദ്ര സർക്കാർ വഴി ഓക്സിജൻ ദില്ലിയിൽ എത്തിച്ചു തരാനുള്ള വഴി ഞങ്ങൾ ഒരുക്കാം എന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിക്കുന്നു. നിലവിൽ 10 ലക്ഷത്തിലധികം പേരാണ് ദില്ലിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. മരണസംഖ്യ 13,899 കഴിഞ്ഞു. ഇത്തരത്തിൽ നിസ്സഹായ അവസ്ഥയിലാണ് ഇന്ത്യ പൊക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ സൗദിയുടെ സഹായഹസ്തം ഏറെ ആശ്വാസം പകരുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.